हाय गुड मॉर्निंग। त्वमेव माता च पिता त्वमेव त्वमेव बन्धुश्च सखा त्वमेव त्वमेव विद्या द्रविणं त्वमेव त्वमेव सर्वं मम देवदेव. ശ്രീമദ് ഭഗവത്ഗീത 4-ാം അധ്യായം ജ്ഞാനകർമ്മ സന്യാസയോഗം 22-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ചൊല്ലാൻ പോകുന്നത്. യദൃച്ഛാലാഭസന്തുഷ്ടോ ദ്വന്ദ്വാതീതോ വിമത്സര സമസിദ്ധാവസിദ്ധോ ച കൃത്വാപി ന നിബധ്യതേ. ലാഭാലാഭം ഗണിക്കാതെ സുഖദുഃഖങ്ങളോരുവൻ മാത്സര്യഹീനനാം തൃപ്തൻ കർമ്മബന്ധമണഞ്ഞിട. യദൃച്ഛാലാഭസന്തുഷ്ടഃ, അവിചാരിതമായിട്ട് കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുന്നവൻ. ദ്വന്ദ്വാതീത, സുഖം ദുഃഖമൊന്നും ഒരു വ്യത്യാസവുമില്ലാതെ കാണുന്നവൻ. സിദ്ധൗ അസിദ്ധൗ ച, സിദ്ധിയിലും അസിദ്ധിയിലും സമഹ, സമചിത്തനായിട്ടിരിക്കുന്നവൻ. കൃത്വ അഭി, കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും ന നിബധ്യതേ, ബന്ധിക്കപ്പെടുന്നില്ല. അപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു, ആത്മജ്ഞാനിയെ കർമ്മം ഒട്ടും തന്നെ ബാധിക്കുന്നില്ല. കാരണം അയാൾ കർത്തൃത്വഭാവമില്ല. അയാൾക്ക് കർമ്മങ്ങളിൽ ഞാനാകുന്ന ഒരു ഉപകരണത്തിലൂടെ ഇങ്ങനെ ചെയ്യപ്പെടുന്നു എന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അതിൻ്റെ ഫലത്തെ പറ്റിയിട്ടും ചിന്തിക്കുന്നില്ല. അത് ഭഗവാൻ ഒരു ഓടക്കുഴൽ വിളിക്കുന്നുണ്ടല്ലോ, അതേപോലെ നമ്മളാകുന്ന ശരീരം കൊണ്ട് ഇങ്ങനെ ആ ഉപകരണത്തിൽ കൂടെ ഇങ്ങനെ ഓരോരോ കർമ്മങ്ങൾ ചെയ്യിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നല്ല കർമ്മങ്ങളുണ്ടാവാം, ചീത്ത കർമ്മങ്ങളുണ്ടാവാം, നല്ല വാസനകൾ ഉളവാക്കാം. അത് ചിലപ്പോൾ ചീത്ത വാസനകളായിരിക്കാം. പക്ഷേ ഇത് നല്ലതാണോ ചീത്തയാണോ എന്താണോ എന്നുള്ളത് ഒരു ജ്ഞാനിയെ ഇതൊന്നും ബാധിക്കില്ല. ലൗകികനാണ് അത് നല്ലത് ചീത്ത എന്ന് തിരിക്കുന്നത്. അപ്പം ജ്ഞാനിയെ ആണെങ്കിലും ജ്ഞാനിക്കും കർമ്മങ്ങൾ ചെയ്തേ തീരൂ. പക്ഷെ അവർ ചെയ്യുന്ന കർമ്മങ്ങൾ ജ്ഞാനമാർഗത്തിൻ്റെ തത്വങ്ങളെല്ലാം ഉൾക്കൊണ്ട് താൻ എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ട് ചെയ്യുന്ന കർമ്മങ്ങളായിരിക്കും. അപ്പോൾ യദൃച്ഛയാ ലാഭസന്തുഷ്ടി, അവിചാരിതമായിട്ട് എന്തെങ്കിലും ലാഭേച്ഛ അവർക്ക് കിട്ടുകയാണെങ്കിൽ അതിലവർ തൃപ്തിപ്പെടും. വെറുതെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു നല്ല കാര്യം സംഭവിച്ചു, അതിലവർ തൃപ്തിപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇത് മതി എന്നുള്ള മാതിരി. അപ്പം സ്ഥിതപ്രജ്ഞൻ എന്താണ്, പണ്ഡിതൻ എന്താണ്, ഇതൊക്കെ വിവരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഭഗവാൻ. അപ്പോൾ സ്ഥിതപ്രജ്ഞൻ്റെ ഒരു മനസ്സ് എങ്ങനെയിരിക്കും എന്നുള്ളതാണ്. കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും അദ്ദേഹം എല്ലാ കാര്യങ്ങളും എടുക്കുന്നത് എങ്ങനെയാണെന്ന് വിവരിക്കുകയാണ്. യാദൃശ്ചികമായിട്ട് വരുന്ന സന്തോഷങ്ങളെല്ലാം അവർ സ്വീകരിക്കുക. അത് എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ, പാർപ്പിടമാവാം, വസ്ത്രമാവാം, ഭക്ഷണമാവാം, സ്വത്താവാം, എന്താ വേണമെങ്കിലും ആയിക്കോട്ടെ. അത് അത്യാവശ്യത്തിന് തൻ്റെ ശരീരം നിലനിർത്തണമല്ലോ, അതിനുവേണ്ടി മാത്രം സ്വീകരിക്കും. അയ്യോ എനിക്കിത് കിട്ടിയില്ലല്ലോ എന്നുള്ള ഒരു അതൃപ്തിയുമില്ല. എന്താ കിട്ടിയാച്ചാൽ അത് സ്വീകരിക്കുക. അതേപോലെ തന്നെ സുഖങ്ങളിലും ദുഃഖങ്ങളിലൊന്നും പ്രശ്നമല്ല, അതൊന്നും അദ്ദേഹത്തെ യേശുന്നില്ല. ലാഭം നഷ്ടം ഇതൊന്നും സ്ഥിതപ്രജ്ഞനെ ബാധിക്കുകയില്ല. അയാൾ എല്ലാറ്റിലും, ഈ എല്ലാ കാര്യങ്ങളിലും, സുഖത്തിലാണെങ്കിലും ദുഃഖത്തിലാണെങ്കിലും എല്ലാറ്റിലും എന്തിനെയാണ് ദർശിക്കുന്നത്? ഭഗവാനെയാണ് ദർശിക്കുന്നത്. ഭഗവാൻ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്. അതുകൊണ്ട് ആരോടും ഒരു മത്സരവും. നമ്മളെപ്പോഴും നമുക്ക് എന്താണ് ഇങ്ങനെ അസ്വസ്ഥമായിട്ടുള്ള മനസ്സ് വരുന്നത് വെച്ചാൽ, മിക്കവാറും എപ്പോഴും നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിന്, എൻ്റെ ജീവിതം ഞാനായിട്ട് ജീവിച്ചു തീർത്താൽ മതി. അത് കമ്പയർ ചെയ്യാൻ പോയാൽ വല്ലാത്ത അസ്വസ്ഥമായിരിക്കും നമ്മുടെ മനസ്സ്. കാരണം ഇപ്പോൾ എൻ്റെ വീട്ടിൽ കാറില്ല, എല്ലാവരും കാറിൽ പോകുന്നു. ഇപ്പോൾ ബസ്സിലൊക്കെ കയറി പോകാമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടും ഉണ്ടല്ലേ നമുക്ക് വയസ്സായി കഴിഞ്ഞാൽ. അപ്പം ഞാൻ ചിന്തിക്കുകയാണ്, ഒരു കാറുണ്ടായിരുന്നെങ്കിലോ. അപ്പുറത്തെ വീട്ടിലും അതിൻ്റെ അപ്പുറത്തെ വീട്ടിലും മറ്റേ അപ്പുറത്തെ വീട്ടിലൊക്കെ കാറും ഉണ്ട്. കാറെന്ന് മാത്രമല്ല, അത് കുറച്ച് നല്ല എന്താ പറയുക, നല്ല വിലയുള്ള കാറുകളാണ്, കോടികൾ വിലയുള്ള കാറുകളാണ്. അപ്പം ഞാനെന്താ ചിന്തിക്കുന്നത്, എൻ്റെ ആഗ്രഹം കൂടുകയാണ്, എനിക്കൊരു കാറുണ്ടായിരുന്നെങ്കിലോ എന്ന്. എന്നിട്ടോ നമ്മുടെ മനസ്സ് വെറുതെ അസ്വസ്ഥമാവും. എനിക്ക് അതിനുള്ള ശേഷിയില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണെങ്കിൽ അവിടെ ആ ചിന്ത വരുന്നില്ല.
ഇതെനിക്ക് അവരെ പോലെ എത്തണം. ശരിക്കും സത്യം പറയാച്ചാൽ ഈ കുറച്ച് മിക്കവാറും കുറേ ജനങ്ങളൊക്കെ നശിച്ചു പോകുന്നത് അങ്ങനെയാണ്. ഈ കമ്പാരിസണാണ്. എനിക്ക് അവരെ പോലെ ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ആഗ്രഹം എല്ലാ മനുഷ്യനും ഉണ്ടാവുമല്ലോ. ആ ആഗ്രഹങ്ങൾ കളയാനാണല്ലോ ഭഗവാൻ പറയുന്നത്. പക്ഷെ നമുക്ക് ആഗ്രഹങ്ങൾ കൂടിക്കൂടി വരികയുള്ളൂ, കുറയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരുടെ ഒപ്പം എത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ അവിടെയും ഇവിടെയും പോയിട്ട് വെറുതെ പേഴ്സണൽ ലോണുകളൊക്കെ എടുത്ത് അതിനനുസരിച്ച് ജീവിക്കാൻ നോക്കുകയാണ്. ആ ജീവിക്കാൻ പറ്റാണ്ടാവും ഒരു അവസ്ഥ കഴിഞ്ഞാൽ. കാരണം ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചടയ്ക്കണമല്ലോ. അതിന് പറ്റിയിട്ടില്ലെങ്കിൽ എന്താണ്, ആകെ നിരാശയാവുന്നു. ഇനി ഭാര്യയുടെ പണ്ടവും സ്വർണവും മുഴുവനായിട്ട് പണയം വെച്ച് കഴിഞ്ഞു, എന്നിട്ടും പറ്റുന്നില്ല. എന്നിട്ട് മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ ശ്രമിക്കുകയാണ്. നമ്മളെന്താണോ അതിനനുസരിച്ചേ ജീവിക്കാൻ പറ്റുള്ളൂ. നമുക്ക് എന്താണ് ശമ്പളം, അല്ലെങ്കിൽ നമ്മുടെ വരുമാനം എന്താണ് എന്നൊക്കെ നോക്കിയിട്ട് ജീവിച്ചാൽ വലിയ കുഴപ്പം പറ്റില്ല എന്നാണ് കേട്ടോ എൻ്റെ അഭിപ്രായം പറയുകയാണ് ഞാൻ. അല്ലെങ്കിൽ എന്താണ്, ആത്മഹത്യയിലേക്ക് നയിക്കും. കാരണം ഒട്ടും എക്സിസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വരും. എപ്പോഴും കമ്പാരിസണാണ്. എല്ലാ കാര്യങ്ങളിലും നമുക്ക് കമ്പാരിസണാണ്. ഇപ്പോൾ കുട്ടികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു സ്കൂളിൽ പോകാൻ തുടങ്ങുമ്പോൾ മുതൽക്ക് എപ്പോഴും എന്താണ് നമ്മൾ പറയുന്നത്, മറ്റുള്ള കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യാണ് മാർക്ക് വെച്ചിട്ട്. ആ വീട്ടിലത്തെ കുട്ടികൾ ഈ വീട്ടിലത്തെ കുട്ടികളെല്ലാം ആ സ്കൂളിൽ തന്നെ പഠിക്കുന്നത്, അവർക്കെല്ലാം നല്ല മാർക്ക് കിട്ടുന്നുണ്ടല്ലോ, പിന്നെ നിനക്ക് മാത്രം എന്താണ് ഇങ്ങനെ കിട്ടാത്തത് എന്നും പറഞ്ഞാൽ അമ്മയും അച്ഛനും പാരൻസ് കൊടുക്കുന്ന പ്രഷർ. കുട്ടിക്ക് ഒരു പ്രത്യേക ബുദ്ധി ഉണ്ടാവുമല്ലോ, അതിനനുസരിച്ചാണ് കുട്ടിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അല്ലാതെ എപ്പോഴും ഫസ്റ്റായിട്ട് ജീവിക്കാൻ പറ്റണമെന്നില്ല. അത് ഇപ്പോഴാണെന്ന് തോന്നുന്നു ഇത്രയും സമ്മർദ്ദം വരുന്നത്. പണ്ട് നമ്മുടെയൊക്കെ പഠിക്കുന്ന കാലത്ത് കിട്ടി, കുറച്ച് അത്യാവശ്യം പഠിക്കും, അതിൽ കിട്ടി തൃപ്തിപ്പെട്ട് മിണ്ടാണ്ടിരിക്കും. അല്ലാണ്ട് എപ്പോഴും 100 വാങ്ങണം, 100 കുറഞ്ഞ ഒരു മാർക്ക് വരാൻ പാടില്ല, അങ്ങനെയൊന്നും ഇല്ലായിരുന്നു എന്നാട്ടോ എൻ്റെ ഒരു ചിന്താഗതി. കുറച്ചൊക്കെ പ്രഷർ ഉണ്ടായിരുന്നു. എന്നാൽ അത് പ്രത്യേകിച്ച് ടീച്ചർമാരുടെ മക്കളാകുമ്പോൾ കുറച്ച് പ്രഷർ കൂടും, അല്ലാതെ കൂടുതലൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ കാലത്തെ പോലെയൊന്നും ഇല്ല എന്നോ. കാരണം ഇന്നൊരു 99 പോയിൻറ്റ് സംതിങ് ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു സീറ്റും കിട്ടുള്ളൂ കേട്ടോ, പുതിയൊരു അഡ്മിഷൻ സീറ്റ് കിട്ടുള്ളൂ. അതൊക്കെയാണ്. അപ്പോൾ കുട്ടികൾക്ക് പ്രഷർ, അത്ര പഠിച്ച് എത്തുന്നില്ല. ഇവിടെ വരുന്ന കുട്ടികൾക്കൊക്കെ അതാണ്. എല്ലാവർക്കും മിസ്സേ പഠിച്ചതെന്നോ അവിടെ ചെന്നോ ഓർമ്മ വരുന്നില്ല. ഞാൻ പറഞ്ഞു, ആദ്യം നിങ്ങൾ എനിക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞിട്ടൊന്ന് ക്ലാസ്സിലേക്ക് പോകും. ഒന്നും അറിയില്ലെങ്കിൽ കുറച്ച് ആൺകുട്ടികൾ കുറച്ചും കൂടെ അങ്ങനെയാണെന്ന് തോന്നുന്നു. പെൺകുട്ടികൾക്കാണ് ടെൻഷൻ കൂടുതൽ. ആൺകുട്ടികൾ വന്ന് വരട്ടെ എന്ന് വിചാരിച്ച് പോകുന്ന ഒരു മെൻറ്റാലിറ്റിയാണ്. പക്ഷെ പെൺകുട്ടികൾ അങ്ങനെയല്ല, വെറും ടെൻഷനാണ്. കിട്ടില്ലയാവോ എല്ലാം പഠിച്ചിട്ടുണ്ടാവും കേട്ടോ, എന്നാലും ടെൻഷനാണ്. ആ ടെൻഷനിൽ എന്താ സംഭവിക്കണേ, ആ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പം ബ്ലാങ്ക് ആയി പോവുക നമ്മുടെ മനസ്സ്. പിന്നെ നമുക്ക് അറിയുന്ന പോലും എഴുതാൻ പറ്റാണ്ടേ വരും. ഒരു ക്വസ്റ്റ്യൻ എങ്ങാനും നമ്മൾ വിചാരിച്ചത് കിട്ടിയിട്ടില്ലെങ്കിൽ, ഇത് ഈ ബൈഹാർട്ട് പഠിച്ച് പോകാണല്ലോ അർത്ഥം മനസ്സിലാക്കാതെ, കുറേയൊക്കെ കിട്ടിയിട്ടില്ലെങ്കിൽ അവിടെ ആകെ തളർന്നു പോവുകയാണ് കുട്ടി ചെയ്യുന്നത്. ഈ കമ്പാരിസൺ കാരണമാണ്. പാരൻസ് വല്ലാതെ പ്രഷർ കൊടുക്കും. ചില പാരൻസ് വല്ലാതെ തന്നെ പ്രഷർ കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതൊന്നും ഇവിടെ സ്ഥിതപ്രജ്ഞനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യത്തിലും ഞാൻ തൽക്കാലം കുറച്ച് അങ്ങോട്ട് നീങ്ങിയില്ലേ വിഷയത്തുനിന്ന്, സാരല്ല എങ്കിലും അത് സ്ഥിതപ്രജ്ഞൻ ലൗകികനും കൂടിയിട്ടുള്ള കമ്പാരിസണാണ്. അപ്പം സ്ഥിതപ്രജ്ഞൻ ആരോടും ഒരു കാര്യത്തിലും മത്സരമില്ല. ഇപ്പം ലൗകികനാണെങ്കിൽ ഇപ്പം നമുക്ക് എതിർച്ചയാ കിട്ടുന്ന സന്തോഷങ്ങൾ അവർ സ്വീകരിക്കുകയും ചെയ്യും. ലൗകികനാണ് ഒരു സന്തോഷം വന്നു ചേർന്ന് വെച്ചാൽ നാളെ ഇതിനേക്കാൾ സന്തോഷം വരിക്കാൻ എന്താണ് കാര്യം ഞാൻ ചെയ്യേണ്ടത് എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ആ ചിന്തയിൽ എന്തായിരിക്കും, വീണ്ടും വീണ്ടും ചിന്തിച്ച് കൂടുതൽ സന്തോഷിക്കാൻ ശ്രമിക്കും. ചിലപ്പോൾ കിട്ടിയെന്ന് വരും, കുറച്ചും കൂടെ സന്തോഷം വരും. അതിൽ നിൽക്കുമോ? ഇല്ല. അപ്പോൾ ഇനിയും സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കും. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ എന്തായിരിക്കും സംഭവിക്കില്ല, വീണ്ടും സന്തോഷം വരില്ല. അതിന് പകരം അപ്പോൾ അയാൾക്ക് എന്ത് സംഭവിക്കും വെച്ചാൽ വിഷാദം വരും. അപ്പോൾ അത് അമിതമായിട്ടുള്ളൊരു വിഷാദമായിരിക്കും. ചിലപ്പോൾ അമിതമായിട്ടുള്ള സന്തോഷമായിരിക്കും, ചില സമയത്ത് അമിതമായിട്ടുള്ള വിഷാദമായിരിക്കും. കാരണം എല്ലാവരും ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അവരെന്നെപ്പറ്റി എന്ത് വിചാരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പാരൻസിൻ്റെ സമ്മർദ്ദവും അവിടെയുണ്ട്, നമ്മൾക്ക് സ്വന്തമായിട്ട് തോന്നുന്ന ഒരു സമ്മർദ്ദമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഒരു യോഗിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു മത്സര ബുദ്ധിയില്ല. അയാൾ എപ്പോഴും ഹാപ്പിയാണ്. എന്താണ് കിട്ടിയത് അതിൽ ഹാപ്പിയാണ്. നമ്മളൊക്കെ ജയിക്കണം എന്ന് മാത്രം വിചാരിച്ചിട്ട് ജീവിക്കുന്നതുകൊണ്ട് ഒരു പരാജയം വന്ന് നമുക്ക് തീരെ അംഗീകരിക്കാൻ പറ്റില്ലേ. അവിടെയാണ് പ്രശ്നം മുഴുവനും കിടക്കുന്നത്. ഇപ്പം യോഗികളാണെങ്കിൽ ആ അഹംബുദ്ധിയെ അതിക്രമിച്ചു, അവരതൊക്കെ വിട്ടു മനസ്സെന്ന്.
അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഫലകാംക്ഷയോട് കൂടിയിട്ട് കർമ്മങ്ങൾ ചെയ്യില്ല, എതിർസ്യ വന്ന് ചേർന്നുകൊണ്ട് തൃപ്തിപ്പെടും. മാത്രമല്ല മനസ്സും ബുദ്ധിയൊക്കെ അവരുടെ പരിധിയിൽ വരുത്തുന്നതുകൊണ്ട് സുഖം, ദുഃഖം, ചൂട്, തണുപ്പ്, ജയം, പരാജയം, നന്മ, തിന്മ, സന്തോഷം, സങ്കടം ഇതൊന്നും അയാളെ ബാധിക്കില്ല. അങ്ങനെ നമ്മളെല്ലാവരും അങ്ങനെയൊന്നും ആവാനെങ്കിൽ ശ്രമിക്കാനാണ് പറയുന്നത്. കാരണം നമ്മളിപ്പോൾ സാധാരണ മനുഷ്യരാണെങ്കിലും പെട്ടെന്ന് നാളെ പോയിട്ട് ഇതെല്ലാം ഉൾക്കൊണ്ട് ജ്ഞാനിയാവണമെന്നല്ല പറയുന്നത്. നമ്മൾ കുറച്ചെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലും കുറച്ചെങ്കിലും ലൗകികത്വം വിട്ട് ആത്മീയതയിലേക്ക് മെല്ലെ ഒരു സ്റ്റെപ്പ് വയ്ക്കാനേ പറയുന്നുള്ളൂ. ഒരു സ്റ്റെപ്പ് വെച്ചിട്ട് അതിൻ്റെ പരമാനന്ദം നമ്മൾ അനുഭവിക്കാൻ തുടങ്ങിയാൽ അടുത്ത സ്റ്റെപ്പ് വയ്ക്കും. അങ്ങനെ അടുത്ത സ്റ്റെപ്പ് വയ്ക്കും. പിന്നീട് മെല്ലെ നമ്മൾക്ക് ഇതെല്ലാം വ്യർത്ഥമാണെന്ന് മനസ്സിലാവും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാട്ടിക്കൂട്ടിയിട്ടുണ്ടായിരുന്ന തത്രപ്പാട് മുഴുവനും ജീവിക്കാൻ വേണ്ടി ഇത്ര കാലം നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതെല്ലാം വൃഥാവിലാണെന്ന് മനസ്സിലാവും. അങ്ങനൊരു തലത്തിലേക്ക് എത്തും. അപ്പം നമ്മളെല്ലാവരും സ്ഥിതപ്രജ്ഞനാവണം നാളെ പോയിട്ട് എന്നല്ല പറയുന്നത്. നമ്മുടെ ചിന്താഗതിയൊക്കെ കുറച്ചെങ്കിലും ഒന്ന് മാറ്റിയിട്ട് ഒരു സ്ഥിതപ്രജ്ഞൻ്റെ മനോഗതിയിലേക്ക് ഉയരാൻ കുറച്ചെങ്കിലും ശ്രമിക്കണം. അതാണ് ആത്മീയത. അല്ലാണ്ട് പെട്ടെന്ന് ഒരു ദിവസം കുറച്ച് ഭഗവത്ഗീത എടുക്കുന്നു, നാരായണി എടുക്കുന്നു, വായനയോട് വായന, രാവിലെ സഹസ്രനാമം വായിക്കുന്നു, അത് കഴിഞ്ഞ് ലളിത സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം, അപ്പോഴാണെങ്കിൽ രാമായണം കയ്യിൽ നിന്ന് ബുക്കേ വെക്കുന്നില്ല, കണ്ടിന്യൂസ്ലി വായിച്ചുകൊണ്ടേ ഇരിക്കുക. വായിച്ചിട്ട് നല്ല അറിവ് നേടുന്നവരുണ്ട് കേട്ടോ, ഇല്ല എന്നല്ല പറയുന്നത്. കണ്ടിന്യൂസ്ലി ഇത് ആർക്കോ വേണ്ടി വായിക്കുകയാണ്. വായിക്കുമ്പോഴും ഞാൻ പണ്ട് പറയുന്ന പോലെ അടുപ്പത്ത് എന്താ കിടക്കുന്നത്, അല്ലെങ്കിൽ അയാൾ എന്നെ വിളിക്കുന്നുണ്ടോ ഇയാൾ എന്നെ വിളിക്കുന്നുണ്ടോ, ഫോൺ ആദ്യം സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണം. അങ്ങനെ ശ്രദ്ധ മുഴുവനും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിക്കഴിഞ്ഞിട്ട് ഇതെല്ലാം രാവിലെ തൊട്ട് രാത്രി വരെ ഇരുന്ന് ഞാൻ നാമം ചൊല്ലുക എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതേപോലെ തന്നെയാണ് നമ്മൾ ഈ വായനകൾക്കൊക്കെ പോകുമ്പോഴും ആർക്കാനും വേണ്ടി വായിക്കാൻ പോകരുത്. സപ്താഹത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ എത്രയോ പേര് കിടന്ന് ഉറങ്ങുന്നതാണ് ഉച്ചയ്ക്കൊക്കെ. ഉച്ചയ്ക്കല്ല, കുറച്ച് ഇതുപോലെ പ്രഭാഷണമൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ചൊക്കെ ബോറടിക്കുമല്ലേ നമുക്ക്. അപ്പം ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നതാണ്. എന്തിനാണ് പിന്നെ പോയത്? അങ്ങനത്തെവർ പോവാതിരിക്കുക. അപ്പോൾ എപ്പോഴും ഈ സ്ഥിതപ്രജ്ഞൻ്റെ തലത്തിലേക്ക് നമ്മൾ ഉയരാൻ ശ്രമിക്കുക. അപ്പോൾ അവരും എല്ലാം കർമ്മങ്ങളും ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരു കർമ്മവും അവരെ ബന്ധിക്കപ്പെടുന്നില്ല. ന നിബദ്ധ്യതേ എന്നാണ് പറയുന്നത്. ഒരു കർമ്മം ചെയ്താലും എന്ത് കർമ്മം ചെയ്താലും അത് അയാളെ ബാധിക്കുന്നില്ല. ഒരു ദിവ്യ മനോഭാവത്തോട് കൂടിയിട്ടാണ് ഈ ജ്ഞാനികൾ കർമ്മം ചെയ്യുന്നത്. ഇതിങ്ങനെ വിശദാക്കി കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് അർജുനനെ. കാരണം എന്താ വെച്ചാൽ എന്തൊക്കെയാണ് ഇനി മനസ്സിലുള്ള സംശയങ്ങൾ വെച്ചാൽ എന്ത് വേണമെങ്കിൽ ചോദിച്ചോ, ഞാൻ എല്ലാറ്റിനും ഉത്തരം തരാം എന്നുള്ള മാതിരി റെഡി ആയിട്ട് നിൽക്കുകയാണ് ഭഗവാൻ. ഇനി ഒരു പഴുതുമില്ല. എന്തെങ്കിലും ചോദിച്ച് ഭഗവാനോട് രക്ഷപ്പെടാൻ, അതായത് എപ്പോഴും ചിന്തിക്കുന്ന, ഇപ്പോഴും അർജുനൻ ചിന്തിക്കുന്നത് എന്താണ്, എങ്ങനെയെങ്കിലും യുദ്ധം ചെയ്യേണ്ടെന്ന് പറയുമോ ഭഗവാൻ? അതിലേക്ക് എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്നാണ്. അതിന് ഒരു പഴുതും ഭഗവാൻ കൊടുക്കുന്നില്ല. ഓരോന്നും വ്യക്തമാക്കി കൊടുക്കുക എന്നാണ്. സ്ഥിതപ്രജ്ഞൻ എന്താണ്, ലൗകികൻ എന്താണ്, ലൗകികൻ കർമ്മം ചെയ്യുന്നത് എങ്ങനെയാണ്, സ്ഥിതപ്രജ്ഞൻ്റെ കർമ്മങ്ങളും ലൗകികൻ ചെയ്യുന്ന കർമ്മങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അപ്പം ജ്ഞാനി എങ്ങനെയാണ് ദിവ്യ മനോഭാവത്തോട് കൂടിയിട്ട് കർമ്മം ചെയ്യുന്നത് എന്നുള്ളതാണ് വീണ്ടും അടുത്ത പദ്യത്തിൽ വിവരിക്കുന്നത്. ഇന്ന് നമ്മൾ 22ാമത്തെ ശ്ലോകം മാത്രമേ വായിച്ചിട്ടുള്ളൂ. ഇനി 23 വായിച്ചാൽ അർത്ഥം പറഞ്ഞെത്തില്ല. അതുകൊണ്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പിതുമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമാ മമ രോഗരാശിം നിരുന്ധി വാതാലയ വാസവിഷ്ണു.